ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മക്കൾക്കും അവരെ ഒരുക്കുന്ന മാതാപിതാക്കൾക്കും അവശ്യം ഉണ്ടാകേണ്ട ഒരു വിചാരമാണ് ദൈവവിചാരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മുടെ മനസ്സിൽ കോറിയിടാനുള്ള വചനമാണ് മത്തായി 1:23. ദൈവം നമ്മോട് കൂടെ വന്ന് വസിക്കുന്നതാണ് ദിവ്യകാരുണ്യം. മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി അവൻ തന്നെ ഒരുക്കി ദിവ്യ കാരുണ്യ സൗധത്തിലേക്ക് കടത്തിവിടുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണ സമയം. ആകാശവും ഭൂമിയും അവയുള്ള വസ്തുക്കളും സൃഷ്ടിച്ചത് ദൈവമാണ്. മനുഷ്യനാണ് അതിൻ്റെ മകുടമായി ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിയുടെ പൂർണ്ണതയിൽ അവിടുന്ന് മനുഷ്യന് സർവ വസ്തുക്കളുടെയും മേൽ ആധിപത്യം നൽകി. എന്നാൽ സ്വാർത്ഥത, അഹങ്കാരം മനുഷ്യനെ പാപത്തിൽ ചെന്ന് എത്തിച്ചു. ആദവും ഹവ്വയും ദൈവത്തെ സ്നേഹിച്ചു. അവർ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. എല്ലാം തന്ന ദൈവത്തിന് അവർ നന്ദി പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. എന്നാൽ അവർ സ്വാർത്ഥതയുടെ, പാപത്തിൻ്റെ, പിശാചിൻ്റെ വാക്ക് കേൾക്കുവാൻ ഇടയായി ദൈവത്തെ മറക്കുവാൻ അത് കാരണമായി ഭവിച്ചു. എന്നെയും എൻ്റെ മാതാപിതാക്കളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എൻ്റെ സഹോദരങ്ങളെ എനിക്ക് നൽകിയത് ദൈവമാണ്. എൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അവരെ നൽകിയത് ദൈവമാണ്. ആ ദൈവം പരമസ്നേഹമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതിനാൽ ഞാൻ അവിടുത്തെ നിരന്തരം സ്നേഹിക്കണം. അതിനു വേണ്ടി ഉള്ളതാണ് എൻ്റെ ഈ ആയുസ്സ്. സങ്കീർത്തനം 18:2. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും, വിമോചകനും എൻ്റെ ദൈവവും, എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഖവും അഭയകേന്ദ്രവും. അവിടുന്ന് എൻ്റെ രക്ഷകനായി കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.